السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, പഠിതാക്കളായ ബഹുമാനികളെ, അതിനുമപ്പുറം നമ്മുടെ ക്ലാസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനികളായ അഹ്ലുബൈത്ത്, അതുപോലെ പണ്ഡിതന്മാർ, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. അള്ളാഹു ഖൈറിന്റെ അഹ്ലുകാർ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു വജ്ജിഹിനാ ഇലൽ ഖൈർ വജ്ജിഹിൽ ഖൈറ ഇലൈനാ യാ അർഹമർ റഹീം. ഫതുഹുൽ മുഈനിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നജസ്സുകളെ കുറിച്ചുള്ള വിഷയമായിരുന്നു. നജസ്സിന്റെ അത് കഴുകുന്നത്, അത് മുത്തനജിസായാൽ എന്താണ് അതിന്റെ വിധികൾ, അത് ഏതൊക്കെയാണ് അഫ്വ് ഉള്ളത്, അഫ്വ് ഇല്ലാത്തത്, അത് വിട്ടുവീഴ്ച ഉള്ളത് എന്നർത്ഥം. അതുപോലെ മുഗല്ലദായ നജസ്, കട്ടിയുള്ള നജസ്, അതായത് ശക്തിയുള്ളത്, അത് 7 പ്രാവശ്യം കഴുകേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ചെറിയ രക്തങ്ങളാണ്, അത് നമ്മുടെ പ്രവൃത്തി അല്ലാത്ത നിലക്ക് ചെറുതായിട്ടൊക്കെ രക്തം വന്നാൽ അതിനൊക്കെ അഫ്വുണ്ട് എന്ന് പറഞ്ഞാല് അദ്ദീനു യുസ്റുൻ, ദീന് വളരെ എളുപ്പമുള്ളതാണ്. കാർക്കശ്യമോ വലിയ ശക്തിയോ അല്ലെങ്കിൽ വലിയ പണിഷ്മെന്റ് വരുന്ന ആ നീതിയിലൊക്കെ ആരെങ്കിലും ചിത്രീകരിക്കുന്നുവെങ്കിൽ അതൊന്നുമില്ല. മാത്രവുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും ഉള്ളിന്റെ ഉള്ളിൽ പരിശോധിച്ചു നോക്കിയാൽ ശാസ്ത്രീയ ഗവേഷകർക്കും നിരീക്ഷകർക്കും വളരെ സത്യങ്ങൾ ബോധ്യപ്പെടുന്ന വിഷയം കൂടിയാണ്. ഒന്ന് മാത്രം ഞാൻ പറയാം. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോർഡുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ രക്തം, കഫം, മലം, മൂത്രം, അല്ലെ, ഇവ പരിശോധിക്കപ്പെടുന്നു എന്നാണ്. കാരണം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്, അല്ലെ എന്താണ് അതുകൊണ്ട് കേട്, എങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ. വയറിന് വേദന എന്ന് പറഞ്ഞാൽ പരിശോധിക്കുന്ന ഇന്ന സാധനങ്ങളാണ്. അപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ ആ വസ്തു ഉച്ഛിഷ്ടമാക്കുന്ന വസ്തുക്കൾ, അതില് നമ്മുടെ ശരീരത്തിന് പറ്റാത്തത് ഉണ്ട്. അപ്പോ ഉള്ളതിനെ എങ്ങനെയാണ് അതിനെ പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്ന വശം ഒരു ദിനത്തിൽ തന്നെ നമുക്ക് ശറഅ് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് 5 വക്ത് നിസ്കരിക്കുന്ന ആള് അത് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരു അരുവിയിലൂടെ ഒഴുകുന്ന അരുവിയിൽ കുളിച്ചാലുണ്ടാകുന്ന മാറ്റം എത്രയുമാണ്, അഴുക്കുകൾ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞത് അതാണല്ലോ. അങ്ങനെ ഓരോ വിഷയവും അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ പരീക്ഷണത്തിന്റെ എല്ലാ ഗവേഷണത്തിന്റെ നിലകളിലൊക്കെയും 1-ാം സ്ഥാനത്ത് അലങ്കരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നത് ഈ പാഠങ്ങളിലൂടെ പഠിച്ചെടുക്കാനും നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. وعن قليل نحو دم غيره أي أجنبي غير مغلظ بخلاف كثيره ومنه كما قال الأزرعي دم انفصل من بدنه ثم أصابه. അവിടെ വരെ നോക്കാം. അതായത് ഇപ്പോ കുറഞ്ഞ രക്തത്തിനെ തൊട്ട് നമുക്ക് അഫ്വ് ഉണ്ട് നിസ്കാരത്തിൽ എന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കുറഞ്ഞ രക്തമെന്ന് പറയുന്നത് മുസ്കരിക്കുന്ന ഷഖ്സ്, ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ, ആ ഷഖ്സിന്റെ വ്യക്തിയുടെ ശരീരത്തിനുള്ള നജസല്ല, മറ്റൊരാളുടെ നജസാണ് ആയത് എങ്കിലോ അതെന്താണ്, അടുത്ത് നിൽക്കുന്ന ആളുടെ രക്തം നമ്മുടെ മുറിയതോ പൊട്ടിയതോ നമ്മുടെ ശരീരത്തിൽ കുറച്ചോ എന്തോ അല്പസ്വല്പമൊക്കെ ആയി. എന്നാൽ ആ നിസ്കാരം മടക്കണോ അതോ നിസ്കാരം ബാത്തിലായോ, നജസ് ചുമന്ന ഹുക്കുമിൽ ആയോ ഇല്ലയോ? നജസ് ചുമക്കുക എന്ന് പറഞ്ഞാൽ ശരീരം, വസ്ത്രം, സ്ഥലം, ഇത് 3ഉമാണല്ലോ. അപ്പൊ അതിന്റെ ഹുക്കും എന്താണ്? കുറഞ്ഞതിനെ തൊട്ടിട്ട് നമുക്ക് അഫ്വ് ഉണ്ട് എന്നർത്ഥം. കുറഞ്ഞതാണെങ്കിൽ അതിൽ അഫ്വ് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് വഅൻ ഖലീലി നഹവി ദമി ഗൈരിഹി. അപ്പൊ നഹവി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചിലപ്പോ അത് കൈഹ, അല്ലെ, ചലമാവാം, ഛർദിച്ചതാവാം, അല്ലെങ്കിൽ ചീഞ്ചലാവാം, ഇതുപോലുള്ള മറ്റു വസ്തുക്കളൊക്കെ നമ്മൾ എണ്ണിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോ മറ്റൊരാളുടെ, അതായത് അഷ്ഖ്സുൽ മുസല്ലി എന്നാണ് അർത്ഥം കൊടുത്തമായ കൈരിനിക്ക്. അപ്പൊ മുസല്ലിയായ ഷഖ്സ് അല്ലാത്ത ആളുടെ രക്തം പോലോത്തതിൽ നിന്നും അത് കുറഞ്ഞതിനെ തൊട്ടും എന്ത് തന്നെയാണ് അഫ്വ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അജ്നബിൻ അതായത് ഗൈറ മുഗല്ലദിൻ, മുഗല്ലദ് അല്ലാത്തത്. മുഗല്ലദ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം,
നായ, അതുപോലെ തന്നെ പന്നി പോലുള്ളതാണ്. അതിനെ തൊട്ട് അഫുവില്ല. അതെങ്ങനെയാണ്? കലീലാണെങ്കിലും ശരി അഫുവില്ല. അതിന്റെ ഹുക്കുമ ഒരേ നിലക്ക് തന്നെ നിൽക്കുന്നതാണ് എന്ന് പിന്നെ അതേ ഇബാറത്ത് തന്നെ ഇങ്ങനെ ഇബാറത്തുണ്ട്. അമ്മാ ദമു നഹ്വിൽ ഖൽബി ഫലാ യുഅഫ അൻഹു വഇൻ ഖല്ല ലിഗലദ ഹുക്മിഹി എന്നാണ് ബാഫദലിലുള്ള ഇബാറത്ത് തന്നെ. അപ്പൊ പിന്നെ കൽബിന്റെ ഹുക്കുമടെ പറഞ്ഞപ്പം ഖൻസീർ അതിലും അകലതാണ് എന്ന നിലക്ക് അതും അതിൽ പെടുന്നു എന്ന് മനസ്സിലാക്കാം. ബിഖിലാഫി കസീരിഹി, അപ്പോൾ ആ ദമിൽ നിന്നും കസീറിന് എതിര് എന്ന് പറഞ്ഞാൽ കസീർ ഇതിൽപ്പെട്ടതല്ല എന്നർത്ഥം. കസീർ ആണെങ്കിൽ അഫുവില്ല, കഴുകി വൃത്തിയാക്കിയിട്ട് നിസ്കാരം അടക്കേണ്ടതുണ്ട്. വമിനുഹു ഈ അജ്നബി എന്ന് പറഞ്ഞതിലെ പെട്ടതാണ്. യഥാർത്ഥത്തിൽ അജ്നബി അല്ല, എന്നാൽ ഹുക്കുമിൽ അജ്നബി ആകും. ഏതുപോലെ? ഖമാ ഖാലൽ അസ്റഇ, ഇമാം അസ്റഇ തങ്ങൾ പറഞ്ഞ ഒരു മസ്അല. എന്താണത്? ദമുൻ, ബേജാറാവേണ്ട, ദമുൻ ഒരു രക്തം, ഇൻഫസല, ആ ദമു പിരിഞ്ഞു എന്ന് പറഞ്ഞാല് പാട്ടപ്പിരിവല്ല. ഏത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുനിന്നു, അതിനാണ് ഇൻഫസല പിരിഞ്ഞു നിന്നു. മിൻ ബദനിഹി, മുസല്ലിയുടെ ശരീരത്തിൽ നിന്നും പിരിഞ്ഞു, നമ്മുടെ ശരീരത്തിൽ നിന്ന് വന്ന രക്തം തന്നെയാണ്. സുമ്മ അസാബ, പിന്നെ ഇങ്ങോട്ട് എത്തി, പിന്നെ ശരീരത്തിലേക്ക് എത്തി. ഈ എത്തിയ രക്തവും ഖലീലാണെങ്കിൽ യുഅഫ അൻഹു, അതിന് തൊട്ട് അഫുണ്ട്. വൈൻകാന കസീറാണെങ്കിൽ ഫലാ യുഅഫ അൻഹു, അഫുവില്ല. എവിടെ അഫുവില്ല? നിസ്കാരത്തിന്റെ സ്ഥലത്താണെങ്കിലും, നിസ്കരിക്കുന്ന സ്ഥലത്താണെങ്കിലും, ബദനിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ഇബാറത്ത് കൊടുക്കുന്നത്. കാരണം ഈ പറഞ്ഞ മസല തുഹ്ഫയിലും ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അതെ, ഈ പറഞ്ഞ ഇബാറത്ത് തന്നെയാണ് തുഹഫയിലുള്ളത്. അവിടുത്തെ ഇബാറത്ത് തന്നെ ഫറുൻ എന്നിട്ടിട്ടാണ് യുഅഫ ഐളൻ അൻ ജമിൽ മനാഫിദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മനാഫിദ് എന്ന് പറഞ്ഞാൽ തുറന്ന ദ്വാരങ്ങളിൽ എന്നർത്ഥം. അത് യഥാർത്ഥത്തിൽ മനാഫിദ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉച്ഛിഷ്ടമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെ തുറന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഇബാറത്ത് തുഹഫയിലുണ്ട്. അങ്ങനത്തെ മനാഫിദിലുള്ള ദമന തൊട്ട് അഫു ഉണ്ട്. പിന്നെ ആ പറഞ്ഞതിനോട്, അതായത് മനാഫിദിലുള്ള അഫു എന്ന് പറഞ്ഞതിന്റെ ഖിലാഫാണ് നിഹായയിൽ പറഞ്ഞത്. മുഗനിയിലൊക്കെ ഉള്ളത് മനാഫിദിൽ അഫുവില്ല. നമ്മൾ ഇതിലും പറഞ്ഞു, നമ്മളെ ഫത്തുനുവിനും പറയുന്നു, അവിടെ മനാഫിദ് അതായത് നമ്മള് ഉച്ഛിഷ്ടം വരെ മൂത്രിക്കുന്ന, അത് കാഷ്ടിക്കുന്ന സ്ഥലത്ത് ആണെങ്കിൽ അത് യഥാർത്ഥത്തിൽ പിന്നെ ഗലതുള്ളത് കൊണ്ട് അവിടെ അഫുവില്ല എന്ന അഭിപ്രായമാണ് ഈ കിതാബിലൊക്കെ ഉള്ളത്. പക്ഷെ തുഹഫയില് ചെറിയൊരു അഫുവിന്റെ ഒരു ഇബാറത്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വലിയ പ്രയാസം വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ആവും ചെയ്തെങ്കിൽ ഈ ഇബാറത്തിന്, ഈ പറഞ്ഞ തുഹഫയിലുള്ള ആ അഭിപ്രായത്തിനെ നമുക്ക് പരിഗണിക്കാം. അതാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ടുള്ള ഗുണമുള്ളത്. വൽമുഗനി അങ്ങനെയുണ്ട് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ രണ്ടിടത്തുമുണ്ട് പിന്നെ ഈ അഫുവ് ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ശരീരത്തിൽ നിന്ന് പിന്നെ പിരിഞ്ഞു പോകുന്ന രക്തം വീണ്ടും വന്നാൽ അതിന് അഫുണ്ടെന്ന് പറയല്ലോ. അത് എപ്പോഴാണ്? ആ രക്തം മറ്റൊരു അജ്നബിയായ രക്തത്തിനോട് കലരാത്ത സമയത്താണെന്ന് അവിടെ വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അജ്നബിയായ രക്തത്തോട് കലർന്നതിന് ശേഷമാണോ വന്നതെങ്കിൽ അപ്പൊ പിന്നെ അഫുവില്ല എന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ അതും കൂടി അതിൽ കൂട്ടി മനസ്സിലാക്കേണ്ടതാണ്. ഇനി വിഷയം വേറെ. വഅൻ ഖലീലി നഹ്വി ദമി ഹൈളിൻ, അപ്പോ പിന്നെ വഅൻ ഖലീലി നഹ്വി ദമി ഹൈളിൻ, ഹൈള് പോലോത്ത രക്തത്തിൽ നിന്ന് കുറഞ്ഞത്. പോലോത്തത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയഹ്, സ്വദീദ് ഇതൊക്കെയും അതിൽപ്പെട്ടതാണ്. അതായത് ചലം, ചീഞ്ചലം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതും ഇതിൽപ്പെട്ടത് തന്നെയാണ്. അതും എന്തുതന്നെയാണ്? ഖലീലാണെങ്കിൽ അതിനെ തൊട്ട് അഫുണ്ട്. അത് നേരെ നഹ്വ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ വഅൻ ഖലീലി നഹ്വി ദമി ഹൈലിൻ വറുആഫിൻ, അതായത് തരിമൂക്ക് പൊട്ടിയിട്ട് വരുന്ന രക്തം, അതുപോലെ തന്നെ ഹൈല് രക്തം, ഈ രക്തത്തിൽ നിന്ന് കുറഞ്ഞത് ഉണ്ടെങ്കിൽ അതിനെ തൊട്ടും അഫുണ്ട്. കമാഫിൽ മജ്മൂ എന്ന കിതാബിലുള്ളതുപോലെ. വയുഖാസു ബിഹിമ, ഈ റിആഫി എന്ന് പറഞ്ഞാൽ തരിമൂക്ക് പൊട്ടിയിട്ട്, ഹൈല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മെൻസസ്. അപ്പൊ ഇവ രണ്ടിനോടും തുല്യപ്പെടുത്തുന്നതാണ് ദമു സാഇരിൽ മനാഫിദി, മറ്റ് മംഫദിലൂടെ വരുന്നത്, മറ്റ് ദ്വാരങ്ങളിലൂടെ വരുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. ഇല്ലൽ ഖാരിജ മിൻ മഅദിനിൻ നജാസ, നജസിന്റെ ഉറവിടത്തിൽ നിന്നും പുറപ്പെട്ടതൊഴികെ. നജസ് വരാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിനായിട്ടുള്ള ഒരു പിന്നെ ദ്വാരമുള്ള സ്ഥലം നമുക്കറിയാം, മുൻദ്വാരം പിൻദ്വാരം. അവിടെ നിന്ന് അല്ലാത്ത മംഫദുകളിൽ നിന്ന് വരുന്നത് ചിലപ്പോ പല്ലിന്റെ അടിയിൽ നിന്നാവാം,
ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അല്ലെ ചെവിന്റെ ഉള്ളിൽ നിന്നാവാം, മൂക്കിന്റെ ഈ പുറത്തുള്ള വാടയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഊനാവാം, പല്ലിന്റെ ഇടുക്കുന്നാവാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മറ്റു ദ്വാരങ്ങളിൽ അല്ലെ കക്ഷത്തിന്റെ അവിടെ മാതിയിട്ട് അവിടുന്ന് വന്നിട്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും ഈ റുആഫ് ഹൈൽ നിന്ന് കുറഞ്ഞതിനോട് അതിനെയും അവിടെ ഖിയാസാക്കിയിട്ടുണ്ട്, അതിന് അഫുണ്ട് എന്നർത്ഥം. അപ്പൊ വയുഖാസു ബിഹിമ, ഒന്നുകൂടി വയുഖാസു ബിഹിമ, ഈ പറഞ്ഞതിനോട്, ഏത് പറഞ്ഞതിനോട്, ഈ റുആഫ് ഹൈല് പോലത്തതിനോട് തുല്യപ്പെടുത്തും, ഖിയാസാക്കപ്പെടും. എന്തിന് ദമു സായിരിൽ മനാഫിദി, മറ്റ് ദ്വാരങ്ങളിൽ നിന്നും വരുന്ന രക്തത്തിന്. ഇല്ലൽ ഖാരിജ മിൻ മഅദിനി നജാസ, നജസിന്റെ ഉറവിടമായ അതിന്റെ മഅദിന്, അതിന്റെ ഖനന സ്ഥലം എന്നൊക്കെ അർത്ഥം വെക്കാം നമുക്ക്. ആ നജസിന്റെ ഖനന സ്ഥലത്തിൽ നിന്നും പുറപ്പെടുന്നത് ഒഴികെ, ഏതുപോലൊക്കെ മഹല്ലുൽ ഗായിത്തി, കാഷ്ടിക്കുന്ന സ്ഥലം പോലെ, വൽ മസാനത്തിന്ന് ഹാശിയിലുണ്ട് എന്ന് പറഞ്ഞാൽ കാഷ്ടിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ മൂത്രം വരുന്ന മൂത്രക്കോയല്, അതും അവിടങ്ങളിൽ ഇതിന് ഒഴിവ് എന്നർത്ഥം. ഇനി ശ്വാസം വിട്ട് ഒരു പൊതു കായിക പറയാം. വൽ മർജു ഫിൽ ഖില്ലത്തി വൽ കസീരി, ഇവിടെ ഖലീലിനെ തൊട്ട് അഫുണ്ട്, കസീറിനെ തൊട്ട് അഫുവില്ല. ഖലീല് കസീർ എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം അതെന്താണ്, അതിന്റെ മർജ് അതെങ്ങനെയാണ് ഇപ്പൊ മനസ്സിലാക്കുക? അൽ ഉറുഫൂൻ, സാധാരണ ഗതിയിൽ പറയുന്നത് എന്നർത്ഥം. അപ്പൊ അതാണ്. അപ്പൊ സാധാരണ എന്ന് പറയുന്ന അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചെറിയ ഒരു തോണ്ടല് എങ്ങനെ മറ്റോന്റെ ശരീരത്തിൽ നിന്നിട്ടായി, അല്ലെ ചെറുതായിട്ടൊരു ഉണില് പൊട്ടിയിട്ട് രക്തം വന്നു, ഇങ്ങനെയൊക്കെ ഉള്ളതാവുമ്പോഴാണ്. അതുപോലെ ഹൈദിൽ നിന്നിട്ട് കുറഞ്ഞ ഒരു ലേശം കണ്ടു, ഇതാണ് കുഴപ്പമില്ല. അതേ സമയത്ത് ശരിക്ക് വട്ടത്തിൽ പരന്നു പിടിച്ചിട്ടുള്ള ഒരു 2 വിരലിന്റെ വീതിയിലോ നീളത്തിലൊക്കെ കണ്ടു, അത് കുറച്ച് കൂടുതൽ തന്നെയല്ലേ. അപ്പൊ അങ്ങനെ സാധാരണ ഗതിയിൽ നമുക്ക് മനസ്സിലാക്കാനും പറയാനും കഴിയും. അതാണ് ഇവിടെ ഖലീല് കസീർ എന്ന് പറയുന്നത്. ഇനി ഒരാൾക്ക് കസീറത്തിന്റെ കാര്യത്തില് അത് അധികരിച്ചുണ്ടായോ എന്നൊരു ശക്ക് വന്നു, അല്ലേ? ചോറ് വഹിച്ചത് കൂടിയോന്ന്, ചാക്ക് നിറച്ചത് എന്നൊക്കെ പറയില്ലേ നമ്മള് സാധാരണ മലബാരി ഭാഷയില്, അല്ലേ? ചോറ് വെച്ചെന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ട് എടുക്കണ്ട. അപ്പൊ അത് കൂടുതലായോ എന്നൊരു സംശയം. അപ്പൊ എന്തൊക്കെ കൂടുതലായിട്ടില്ല, നമ്മളല്ല കഴിച്ചത്. അപ്പൊ ഞാൻ സാധാരണ കുറച്ച് കഴിക്കുന്ന ആളല്ലേ, ഒരു 3 പ്ലേറ്റിന്റെ അപ്പുറത്തൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പൊ ആ നിലക്കെന്ത് മനസ്സിലാക്കാം, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എന്ന് കലീലുമ്പോ പിടിച്ചാന്ന്. അത് എവിടെ അങ്ങനെ തന്നെയാണ്. നിസ്കാരത്തിൽ 3 or 4 എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ 3 പിടിക്കാനാ പറഞ്ഞത്. എന്ന പോലെ എവിടെ അതന്നെയാണ്. അനെ കുറഞ്ഞിമയ്ക്ക് വരികയാണ് വലിയക്ക്. ഓനെ വലിയ ശമ്പളക്കാരനെ ചെറിയ ശമ്പളക്കാരനെ കുറഞ്ഞ ശമ്പളക്കാരനായിരിക്കും എന്ന് സമാധാനിക്കാൻ. വലിയ ശമ്പളം ഉണ്ടെന്ന് കേട്ടുകൊണ്ട് എന്താക്കണ്ട, ശ്വാസം പിടിച്ചുവിട്ട് തലവേദനയും അതുപോലെ തന്നെ പ്രഷറൊന്നും കൂടാൻ പോകണ്ട, അസൂയയും കൂടൂല അപ്പോ, ഇല്ലേ? അപ്പൊ വമാ ശക്കഫി കസിറത്തിഹി, ഒരു രക്തത്തിന്റെ കസിറത്തിൽ അധികരിപ്പിന്റെ വിഷയത്തിൽ ശക്കായി സംശയിച്ചാൽ ലഹു, ആ ഹുക്കുമിനിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഹുക്കുമുൽ ഖലീലീൻ, ഖലീലിന്റെ അതായത് കുറഞ്ഞതിന്റെ ഹുക്കുമ്. അത് അവിടെ കഴിഞ്ഞ് വേറെ വിഷയമാണ്. വലൗ തഫറഖൻ നജസു ഫീ മഹാല്ല, എങ്ങനെ വായിക്കാം? ഫീ മഹാല്ല, വിഭിന്ന സ്ഥലങ്ങൾ, വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് നജസ് ഇങ്ങോട്ട് ഫർക്കായി, തഫറുക്കായി, അവിടെ ഇവിടങ്ങളിലായിട്ട് നജസ് ഒരിടത്തല്ല പലയിടങ്ങളിലുണ്ട്, പലയിടങ്ങളിലായിട്ട് നജസ് ഇങ്ങോട്ട് വന്നു. അങ്ങനെ അപ്പൊ നോക്കണം, വലോ ജൂമിയ, ആ പലയിടങ്ങളിലുള്ള രക്തത്തെ ഇങ്ങോട്ട് കാലിന്മുണ്ട്, മുട്ടുംകാലുമുണ്ട്. കുട്ടി പന്തളിച്ചപ്പോ പൊട്ടിയതാണ്, അവിടെ കാല് പൊട്ടിയതാണ്, അങ്ങനെ അതുകൊണ്ട് കയറിയതാണ്. അങ്ങനെ നോക്കുമ്പോ തലയിലായിട്ടുണ്ട് ഹെഡ് കുത്തിയിട്ട്, അതുപോലെ തന്നെ കയ്യിലായിട്ടുണ്ട്, അതുപോലെ നോക്കുമ്പോ ബാക്കിലുണ്ട്, അല്ലെ? ഹവായി ചെരുപ്പിട്ടിട്ട് നമ്മൾ പള്ളിക്കൊക്കെ മഴയത്ത് നടന്നു വരെ എങ്ങനെ ഉണ്ടാവും, അല്ലെ? പെരടിക്ക് വരെ അടി കിട്ടിയിട്ടുണ്ടാവും ആ ചെരുപ്പിന്റെ അടിയിൽ നിന്ന്. എന്ന പോലെ രക്തം പലയിടങ്ങളിലായി എന്ന് സാങ്കല്പികം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വലവുജുമിയ അങ്ങനെ ആ പറഞ്ഞ പലയിടങ്ങളിലുള്ള ആ രക്തത്തെ കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ എന്താവും? കസൂറ, അത് അധികരിച്ചതായിട്ട് വരുന്നുണ്ട്. എന്നാ കാനലഹു ലഹു എന്നല്ല, കാനലഹു ആ ദമിനിക്കുണ്ട് ഹുക്കുമുൽ ഖലീലി, ഖലീലിന്റെ ഹുക്കുമാണ് കൊടുക്കുക. ആരടുക്കല്? ഇന്ദൽ ഇമാമി, ഇമാമിന്റെ അടുക്കല്. നമ്മൾ പള്ളിക്കല് ഇമാമല്ല, പിന്നെ ആര്? ഇമാമുൽ ഹറമൈനിയുടെ അടുക്കല്, ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ അടുക്കല്, അതാണ് അവരടുക്കല്. അങ്ങനെയാണ്. വൽ കസീരി, എന്നാൽ കേൾക്കണോ, പണ്ഡിതന്മാരുടെ ഇടയിൽ മസ്തലയിൽ ഫർക്ക് വരാറുണ്ട്. അതിന്റെ പേരില് അവർ സ്റ്റേജ് കെട്ടാറോ അല്ലെങ്കിൽ അപ്പൊ അതാ പറഞ്ഞത്. അപ്പോ പണ്ഡിതന്മാരുടെ ഇടയിൽ, ഇമാമികളുടെ ഇടയിലൊക്കെ ചില മസ്തലകളിൽ ഖിലാഫ് വന്നിട്ടുണ്ട്, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ജിത്തിഹാദിനെ അനുസരിച്ച് അവരെ കണ്ടുപിടിച്ചെന്നുള്ളൂ. പക്ഷെ അതിന്റെ പേരില് എന്തായിട്ടില്ല, വിഭാഗീയതയോ
അല്ലെങ്കിൽ 2 പക്ഷമോ അല്ലെങ്കിൽ 2 ഭാഗമോ ഒന്നും ആയിട്ടില്ല. അതൊക്കെ നമുക്ക് ഫത്തുൽ മുഈനിന്നും പാഠമുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ വേണോ വേണ്ടേ എന്നൊക്കെ ഇതിന് തീരുമാനം എടുക്കാൻ കഴിയുന്നു. അതാണ് ഞാനിപ്പോ പറഞ്ഞതിന് ഷോർട്ട് എന്ന് മനസ്സിലാക്കുക. വൽ കസീരി കസീറിന്റെ ഹുക്കുമാണ്, അധികരിച്ചതിന്റെ ഹുക്കുമാണ് ഇന്ത്യയിൽ മുത്തവല്ലി ഇമാമിന്റെ അടുക്കൽ. വൽ ഖസാലി ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി എടുക്കുന്നത്. ഖസാലി ഇമാമാരാണ്, 2ാം ഷാഫിയാണ്, 10 ലക്ഷം ഹദീസ് സനദ് മത്തനം മനപ്പാടുള്ള മഹാനാണ്, ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന ടൈറ്റിലുള്ള ആളാണ്. ആ ഇമാം ഖസാലി ഇവരൊക്കെ പറഞ്ഞെന്താണ് ഓരൊക്കെ അടുക്കൽ റളിയല്ലാഹു അൻഹും. അപ്പൊ ഗൈരിഹിമ ഇവരല്ലാത്തതിന് ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ട് ഓരാരും എന്ത് പറഞ്ഞില്ല, ഇമാം ഷാഫി തങ്ങളുടെ ഇതിനുള്ള ഒരു മസല എടുത്തിട്ട് അതിൽപ്പെട്ട ഒരു വിഭാഗം അങ്ങോട്ടൊരു വിഭാഗം ഇങ്ങോട്ടൊരു ഗ്രൂപ്പ് അങ്ങോട്ടൊരു ഗ്രൂപ്പ് ഇങ്ങനെയൊന്നും തിരിഞ്ഞില്ല. ഓരൊക്കെ സ്ട്രീറ്റിൽ തന്നെയാണ് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ എന്തിന് ഇങ്ങനെയുള്ള മസലകളിലൊക്കെ വരുമ്പോ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതേപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോൾ കിതാബിലേക്ക് ഇറങ്ങി മനസ്സിലാക്കപ്പെടുന്ന ഒരാളുകൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി വരാൻ പറ്റില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാണത്. ഭാഗമാണ് വിടാം. മാത്രമല്ല ഈ കസീറിന്റെ ഹുക്കുമാന്റെ മേല് ഇവരൊക്കെ വന്നപ്പോൾ ആ ഹുക്കുമിനെ മുൻഗണന കൊടുത്തു, അതിനെ തെർജിഹാക്കി എന്ന് പറഞ്ഞാല് അതിന് മുൻഗണന കൊടുത്തു ബാദും ചില ആളുകള്. ചില പണ്ഡിതന്മാരെ ഓലപ്പം നിന്നിട്ടുണ്ട്. ചില ഓരോ അഭിപ്രായം അതാണ്. ഈ പറഞ്ഞതിന്റെ ഒന്നും ഉദ്ദേശമല്ല. ആരും ഒരു പിന്നെ സ്ട്രീറ്റിൽ നിന്ന് മാറിയിട്ട് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു എന്നല്ല, അവരുടെയും അഭിപ്രായം അതായിട്ടുണ്ട് എന്ന് മാത്രം. കൊമ്പ് വെക്കുക, അതുപോലെ കൊത്തി വെക്കുക, 2 ഉണ്ടല്ലോ. ഈ കൊമ്പിൻ കൊണ്ടുള്ള സാധനം ഇങ്ങനെ കൊത്തിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒന്നുണ്ട്. അതുപോലെ കത്തിയുടെ ഇങ്ങനെ കൊത്തിയിട്ട് എടുക്കുന്നുണ്ട്. കൊമ്പ് വെക്കാൻ നമുക്ക് പിന്നെ അറിയാം. ഇപ്പൊ ഹിജാം എന്നുള്ള ബോർഡുകൾ വരാൻ തുടങ്ങി. പഴയകാല ചികിത്സകൾ ഇന്ന് നിലവിൽ വരാൻ തുടങ്ങി. ഹിജാം അതിനുള്ള പിന്നെ സജ്ജീകരണങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കാനും കിട്ടാൻ തുടങ്ങി. അതിന്റെ ബോർഡുകൾ വെച്ചുകൊണ്ടിന്ന് ക്ലിനിക്കുകളും തുടങ്ങിയിട്ടുണ്ട്. പഴയ ചികിത്സ തിരിച്ചു വരികയാണ് എന്നർത്ഥം. ഗോ ബാക്ക് അല്ലെ, പഴയതൊക്കെ മടങ്ങി വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യണ സമയത്ത് അതിങ്ങനെ മുഴച്ചു നിൽക്കും. അവിടുന്ന് മുടിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കത്തോട്ട് ഇങ്ങനെ കുത്തും. അപ്പൊ രക്തങ്ങൾ പിന്നെ ഒരു കൊമ്പ് വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കലാണ്. അത് നമുക്ക് പിന്നെ ആ സാധനമൊക്കെ ഇപ്പോ അതിന്റെ പഴയ കാലത്ത് കൊമ്പ് തന്നെ, ഇപ്പൊ കൊമ്പല്ലാത്ത സാധനം കൊണ്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മോഡൽ സാധനം കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അമർത്തി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കലാണ്. അപ്പൊ അവിടെ അങ്ങനെ പൊളച്ചു വരും. അതിങ്ങനെ കുത്തിയാലും അങ്ങനെ കിട്ടുകയും ചെയ്യും. അതാണ് കൊമ്പ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതങ്ങനെ ചെയ്താൽ അതിന്റെ 2ന്റെയും മഹല്ലിൽ ആ സ്ഥലത്ത് എന്തുണ്ടാവും, രക്തം ഉണ്ടാവും. ആ രക്തം കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമല്ലേ, ഒരു സംശയം ഉണ്ടല്ലോ. നിസ്കരിക്കാം, മഫൂണ്ട്. കൊമ്പ് വെക്കുക, അതുപോലെ തന്നെ കൊത്തി വെക്കുക. ഇതില്ല ഈ 2ന്റെയും അത് പോലോത്തിന്റെ രമനത്തൊട്ട് അഫുണ്ട്. ബി മഹല്ലിഹിം അവ 2ന്റെയും ആ സ്ഥലത്തില്. പിന്നെ അവിടെല്ല അത് ആ സ്ഥലത്തുള്ളതാണെങ്കിൽ അത് കുറച്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, അഫുണ്ട്. ഇനി അവിടുന്ന് തെന്നിയിട്ട് മറ്റു സ്ഥലങ്ങളിലായാൽ അഫു ഉണ്ടോ ഇല്ലയോ. ഖലീലാണെങ്കിൽ അഫുണ്ട്, നമ്മൾ നേരെ പറഞ്ഞ പോലെ ഖലീലാണെങ്കിൽ അഫുണ്ട്, കസീറാണെങ്കിൽ ഇല്ല. അങ്ങനെ മനസ്സിലാണ്. വൈൻ കസൂറ അത് അധികരിച്ചാലും ശരിയാണ്. അത് കുറച്ച് കൂടുതൽ ചിലപ്പോൾ വരും, കത്തിയോട് കുത്തുന്നല്ലേ. അങ്ങനെയാണ്. സലാത്തു മൻ ഉദുമിയ ലുസ്സതുഹു ഖബല ഗസ്ലിൽ ഫമി ഇദാ ലം യബ്തലി റീഖുഹു ഫീഹാ ലിഅന്ന ദമ ലുസ്സതി മഅഫൂൻ ബിൻനിസ്ബതി ഇല റീഖി. അവിടെ വരെ പറയാം. വതസിഹു സലാത്തു മൻ ഒരുത്തന്റെ നിസ്കാരത്തിന് സിഹ്ഹത്തുണ്ട്, ശരിയായിട്ടുണ്ട് എന്നുള്ള ടൈറ്റിൽ കൊടുക്കും. ഉദുമിയ ലുസ്സത്തുഹു അവന്റെ ഊന് രക്തത്തിൽ ഇങ്ങനെ പിന്നെ പുരണ്ടതാണ്. ഉദുമിയ ലുസ്സത്തു എന്ന് പറഞ്ഞാൽ പല്ല് നിൽക്കുന്ന ഊനുണ്ടല്ലോ, അതിങ്ങനെ എപ്പോഴും ചോരയിൽ ഇങ്ങനെ പുരണ്ട് നിൽക്കുന്നതാണ്, ചോരയിൽ ഊട്ടപ്പെട്ട. ഖബല ഗസ്ലി ഫമി വായ കഴുകുന്നതിന് മുമ്പ് അങ്ങനെ ഉണ്ട്. പക്ഷെ ഇതാലും എബുത്തലിയോ റീഖു ആ തുപ്പുനീരിനോ വിഴുങ്ങിയിട്ടില്ല. തുപ്പുനീരിനോ വിഴുങ്ങിയില്ല. ഫിഹാ നിസ്കാരത്തിൽ തുപ്പുനീരിനോ വിഴുങ്ങിയിട്ടില്ല. പക്ഷെ അത് അവിടെ ഇങ്ങനെ എന്തായിട്ടുണ്ട്, കെട്ടിക്കിടക്കുന്നുണ്ട്. അങ്ങനെ വന്നു. എന്നാൽ അങ്ങനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം വിഴുങ്ങാൻ പാടില്ല, രക്തമാണ്. മാത്രമല്ല തുപ്പുനീര് അത് വായിൽ നിന്ന് മുന്നോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഏതാവും നിസ്കാരത്തിന് കോട്ടം വരും. അപ്പൊ ലം യബ്തലി റീഖു അവന്റെ ആ തുപ്പുനീരിനെ അവൻ വിഴുങ്ങിയിട്ടില്ല ഫീഹ ആ നിസ്കാരത്തിലായിട്ട്. അങ്ങനെ വന്നാൽ അതിനും ഹുക്കുമെന്ത് തന്നെയാണ്, നിസ്കാരം സഹിയാകും. കാരണം അന്ന ദമൽ ലുസ്സതി ആ ഊനിലുണ്ടാകുന്ന ആ രക്തം മഅഫൂൻ അത് അഫുവുള്ളതാണ്. ബിൻ നിസ്ബത്തി ഇല റീഖ് തുപ്പുനീരിലേക്ക് ചേർത്തി നോക്കിയിട്ട് അത് പിന്നെ ശുദ്ധിയുള്ളതാണ്, അഫുവുള്ളതാണെന്നാണ് ഹുക്കും കൊടുക്കുക.
ഇനി വലൗ റഅഫ ഖബ്ല സ്വലാത്ത്, അത് വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആ ബാക്കി ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 40-41 പേജുകളിലുള്ള വിഷയമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമുക്ക് എടുക്കാനുള്ളത് വലൗ റഅഫ എന്ന് പറഞ്ഞ അവിടുന്നാണ് 41-ാമത്തെ പേജിൽ. ഇൻഷാ അല്ലാഹ് അതും വ്യക്തവുമായി ബന്ധപ്പെട്ട് അഫുവും അഫു ഇല്ലാത്തൊരു വിഷയം തന്നെയാണ് പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിനെ പറയാൻ, അത് കേൾക്കാൻ, അത് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ദുആയോടെ അവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.